യോഗത്തിൽ പൊതുവെ പരാജയമുണ്ടായ കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് ചർച്ച ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തില്ല. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അടുത്ത ദിവസം വെച്ചിട്ടുണ്ട്, 9-ാം തീയതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വിശദമായ കാര്യങ്ങൾ എന്താണെന്നുള്ള ചർച്ച ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാ ഘടകകക്ഷികളെയും പൂർത്തീകരിച്ചതിന് ശേഷം ജൂൺ 15-ന് ശേഷം വീണ്ടും LDF കൂടും. അവിടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളിലേക്ക്. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ പ്രസക്തി വ്യക്തമായെന്ന് വിമർശനമൊക്കെ വരുന്നുണ്ട്. ജയപരാജയങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ. ഇത് അതല്ല പിന്നെ പലവട്ടവും കേരള കോൺഗ്രസ് ഇപ്പോൾ നമുക്കറിയാം ജോസഫ് ഗ്രൂപ്പ് ഒരു സീറ്റിൽ വന്ന് നിന്നിട്ടില്ലേ, മുഴുവൻ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, ഇപ്പൊ പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ അതിനകത്ത് അണികൾ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. പക്ഷെ പൊതുജനമാണല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, പൊതുജനങ്ങൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകളുടെ വോട്ടുകൂടെ കൂടി ചേർക്കുമ്പോഴാണല്ലോ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ജയം മാത്രമേ അല്ലേ ഉള്ളൂ, ഒരാൾ മാത്രമേ അല്ലേ ഉള്ളൂ, പാസ് മാർക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി എന്താണോ അതിനകത്ത് വീഴ്ച കൊണ്ടായിട്ടുള്ളത് അത് പരിശോധിച്ച് മുന്നോട്ട് നീങ്ങും, കരുത്തായിട്ട് നീങ്ങും. അതൊക്കെ ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ്, ഞാൻ കോൺഫിഡന്റ് ആണ്. അതൊക്കെ തിരിച്ച് ഇത് എത്രയോ പ്രതിസന്ധി കേരള കോൺഗ്രസ് നേരിട്ടിട്ടുണ്ട്, പണ്ട് കാലത്ത് നേരിട്ടിട്ടുണ്ട്, ഇവിടെ പാർട്ടി പിളർന്നപ്പോൾ നേരിട്ടിട്ടുണ്ട്, നിയമയുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, മുന്നണിയിൽ നിന്ന് പുറത്തായപ്പോൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ട്, ഇതിനകത്തൊന്നും പ്രശ്നമില്ല. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർക്കൊരു വിഷമം ഉണ്ടായപ്പോൾ ഞാൻ അവരോടും ഇതേ ഭാഷ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളൊന്ന് സഹായിക്കാമെന്ന്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണ്. അപ്പൊ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് കരുതിയായിരിക്കാം അങ്ങനെ അവർ സംസാരിച്ചത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സഹായം ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞാൻ തുറന്നു പറയട്ടെ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ ജനപക്ഷത്തിൽ നിന്ന് വളരെ വലിയ തോതിൽ അകന്നുവെന്നാണ് CPM ഇന്നലെ വിലയിരുത്തിയത്. അതനുസരിച്ചുള്ള കറക്റ്റീവ് അല്ല, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ മുന്നണിയെ നേതൃത്വം നൽകുന്ന ഒരു കക്ഷി എന്ന നിലയിൽ CPMന്റെ ഏതെങ്കിലും തരത്തിലുള്ള അപജയം ഈ മുന്നണിയുടെ മൊത്തത്തിലുള്ള തോൽവി? അല്ല, അതായത് ഞാൻ പറഞ്ഞത് ഇവിടെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ എന്നുള്ളതല്ല, ഒറ്റക്കെട്ടായിട്ട് ഈ പരാജയം ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഇതിന്റെ വിശദമായ മറ്റു കാര്യങ്ങൾ ഇതിനുശേഷം നമ്മൾ 15-ന് ശേഷം വരുന്ന LDF യോഗത്തിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടായി. ക്രൈസ്തവ വോട്ടുകളിൽ ഇതിനകത്ത് ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ എന്നുള്ളതല്ല, സാധാരണക്കാരെ ജനങ്ങളുടെ അവരുടെ തീരുമാനമാണ്. ഏത് UDF ആണെങ്കിലും LDF ആണെങ്കിലും NDA ആ ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുള്ളൂ. അല്ലാതെ ഏതെങ്കിലും മുന്നണിയുടെ ബലം കൊണ്ട് മാത്രം ജയിക്കത്തില്ല. അവർ തീരുമാനിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ പരാജയം ഏറ്റുവാങ്ങി. മറ്റുള്ളവരെ ഞാൻ അനുമോദിക്കുന്നു. നല്ല പ്രവർത്തനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു.